അപ്പോൾ സുരേഷ് ഗോപിയുടെ കരിയറിലെ പ്രധാന പോലീസ് പടങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് ചില പേറുകളായി തരംതിരിക്കാം. കമ്മീഷണർ ഏകലവ്യൻ, നരിമാൻ സത്യമേവ ജയതേ, ഭരത് ചന്ദ്രൻ ടൈഗർ, ക്രൈം ഫയൽ, FIR. അപ്പൊ ഇത് ഞാൻ വളരെ ബുദ്ധിപരമായി തരംതിരിച്ചതൊന്നുമല്ല, അതത് സിനിമകൾ ഇറങ്ങിയ കാലഘട്ടത്തിനനുസരിച്ച് ഒപ്പിച്ചൊപ്പിച്ചു വെച്ചു എന്ന് മാത്രം. എന്നാൽ ഇവയല്ലാതെ ഡസൻ കണക്കിന് പോലീസ് വേഷങ്ങളും സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മൊത്തം കരിയറിൽ ഏറ്റവും മികച്ച പോലീസ് സിനിമകൾ ഏതെന്ന് ചോദിച്ചാൽ അത് ഈ 8 എണ്ണമായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഈ കൂട്ടത്തിലെ പല സിനിമകളെ പറ്റി നമ്മൾ മുൻപ് പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി സംസാരിക്കാൻ പോകുന്നത് ക്രൈം ഫയൽ. ഞാൻ തിയേറ്ററിൽ പോയി സിനിമകൾ കാണാൻ തുടങ്ങിയതിനു ശേഷം ഒരു റിയൽ ലൈഫ് ക്രൈമുമായി ബന്ധപ്പെടുത്തി വന്നൊരു സിനിമയായിരുന്നു ത്രില്ലർ. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുൻപ് ഒരു റിയൽ ലൈഫ് ക്രൈമുമായി ബന്ധപ്പെടുത്തി വന്നൊരു സിനിമയായിരുന്നു ക്രൈം ഫയൽ. ഈ സിനിമയെക്കുറിച്ച് ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, സുരേഷ് ഗോപിയുടെ മറ്റു പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് ലുക്കിലോ ബോഡി ലാംഗ്വേജിലോ ഡയലോഗ് ഡെലിവറിയിലോ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഇതിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഭരത് ചന്ദ്രൻ സത്യമേവ ജയത പോലുള്ള സിനിമകളിലെ കഥാപാത്രത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശാന്തനാണ് ഈ സിനിമയിലെ നായക കഥാപാത്രം. ഇത് മാത്രമേ എനിക്കൊരു വ്യത്യസ്തത തോന്നിയിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയെക്കുറിച്ച് എടുത്തു പറയേണ്ട 3 കാര്യങ്ങൾ 3 നടന്മാരെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് വിജയരാഘവന്റെ കാളിയറച്ചൻ. സത്യത്തിൽ ഈ പടം ഞാൻ അവസാനമായി കണ്ടിട്ട് കുറച്ചായി. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒന്നുകൂടി കണ്ടാൽ മാത്രമേ വിജയരാഘവന്റെ ആ ഒരു കഥാപാത്രം യഥാർത്ഥത്തിൽ നല്ലതായിരുന്നോ മോശമായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാവൂ. ഇനി അടുത്തത് കലാഭവൻ മണിയുടെ പോലീസ് വേഷം. ആ കഥാപാത്രത്തെ കുറിച്ച് മൊത്തത്തിലല്ല പറയാനുള്ളത്, പക്ഷെ പടത്തിൽ ആ കഥാപാത്രം മരണപ്പെടുന്ന ഒരു രീതി ചെറുപ്പത്തിൽ ഭയങ്കര ട്രോമയായിരുന്നു. ആ ഒരു സീൻ, ധ്രുവത്തിലെ ജയറാമിനെ കൊല്ലുന്ന ഒരു സീൻ കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും കാണാൻ താല്പര്യമില്ലാത്തൊരു സീനായിരുന്നു ഇതിൽ കലാഭവൻ മണി കൊല്ലപ്പെടുന്നത്. ഇനി മൂന്നാമത്തത് ഋഷഭാവ. ഇദ്ദേഹത്തിന്റേതൊരു ചെറിയ വേഷമാണ്. ഇദ്ദേഹത്തെ കുറിച്ച് തന്നെയുള്ള ഒരു വീഡിയോയിൽ മുൻപ് ഞാൻ ഇത് പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഈ സിനിമയിൽ പുള്ളിക്ക് ഒരു മോണോലോഗ് വരുന്നുണ്ട്. ചുറ്റിനും ഒരുപാട് കഥാപാത്രങ്ങൾ നിരന്നു നിൽക്കുന്ന ഒരു രംഗത്ത് പുള്ളി ഒരു പൊളിറ്റീഷ്യനായി വന്ന് കസറുന്ന ഒരു രംഗം, ഒരു സൂപ്പർ സ്റ്റാർ ലെവൽ ഡയലോഗ് ഡെലിവറി. എനിവേസ് അങ്ങനെ സിനിമയുടെ ഒടുക്കം അതുവരെ ചൂണ്ടിക്കാണിക്കപ്പെട്ടവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുറത്തുനിന്ന് വന്ന ഒരാളാണ് യഥാർത്ഥ വില്ലൻ എന്ന ട്വിസ്റ്റോടുകൂടി സിനിമ അവസാനിച്ചു. യഥാർത്ഥ ജീവിതത്തിൽ വർഷങ്ങൾക്കിപ്പുറം കേസിലെ പ്രതിയെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു.